അങ്ങനെ 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് കൂപ്പെ SUV നിരത്തുകളിൽ എത്തുന്നു. ഓഗസ്റ്റ് 7-ന് കർവ് EV അവതരിപ്പിക്കുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാർക്കത്ര പരിചിതമല്ലാത്ത SUV കൂപ്പെ വലവിഭാഗത്തിൽ പെടുന്ന കാർ പുറത്തിറക്കാൻ ടാറ്റ മോട്ടോഴ്സും ഫ്രഞ്ച് കമ്പനിയായ സിട്രണും തമ്മിൽ മത്സരമായിരുന്നു. ടാറ്റയുടെ കർവും സിട്രണിന്റെ ബസാൾട്ടുമാണ് വിപണിയിൽ തരംഗമാകാൻ എത്തുന്നത്. ആദ്യ ഇലക്ട്രിക് മോഡലാണ് എത്തുന്നതെങ്കിലും വൈകാതെ തന്നെ ഈ വാഹനത്തിന്റെ ICE എഞ്ചിൻ പതിപ്പ് പുറത്തിറക്കുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് മുമ്പ് തന്നെ അറിയിച്ചിരിക്കുന്നത്. ICE എഞ്ചിൻ ഇലക്ട്രിക് മോഡലുകളുടെ കൺസെപ്റ്റ് ടാറ്റ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനോടകം തന്നെ ലംബോർഗിനിയുടെ ഡിസൈനിനെ അനുസ്മരിപ്പിക്കുന്ന രൂപകൽപ്പനയുമായി വരുന്ന കർവിന് പാവങ്ങളുടെ ഉറൂസ് എന്ന വിളിപ്പേരും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ കർവ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂപ്പെ ഡിസൈനിലാണ് കർവ് ഒരുങ്ങിയിരിക്കുന്നതെങ്കിലും ഈ വാഹനത്തിന്റെ ICE എഞ്ചിൻ മോഡൽ ഇന്ത്യയിലെ മിഡ് സൈസ് SUV വാഹനങ്ങളുമായിട്ടായിരിക്കും മത്സരിക്കുക. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര എന്നീ വാഹനങ്ങളുമായിട്ടായിരിക്കും കർവ് മത്സരിക്കുക. വാഹനത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന പരീക്ഷണയോട്ട ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ടാറ്റ മോട്ടോഴ്സ് പുറത്തുവിട്ടത്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ 50 ഡിഗ്രി ചൂടിലായിരുന്നു കർവിന്റെ പരീക്ഷണയോട്ടം. ഇലക്ട്രിക് വാഹനത്തിന് പുറമെ കർവിന്റെ ICE എഞ്ചിൻ മോഡലും ചേർന്നാണ് ഇവിടെ പരീക്ഷണത്തിന് ഇറങ്ങിയത്. EVയുടെ പർവ്വത മേഖലയിലെ പരീക്ഷണയോട്ടത്തിന് തെരഞ്ഞെടുത്തത് ലേ ലഡാക്ക് സ്ഥലങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിലായിരുന്നു കർവ് ഓടിച്ചത്. -20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിരുന്നു താപനില. കൊടും തണുപ്പിലും കഠിനമായ പ്രതലങ്ങൾ മറികടക്കാനുള്ള ശേഷി ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതിനായിരുന്നു ഈ മേഖലയിലെ പരീക്ഷണം. ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനത്തെക്കുറിച്ച് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ഇനി പറയാം. ഇതിന്റെ XUV കൂപ്പെ ബോഡി സ്റ്റൈലായിരിക്കും കാഴ്ചയിൽ കർവിനെ എതിരാളിയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഇത് മറ്റ് ടാറ്റ മോഡലുകളിൽ നിന്ന് പ്രത്യേകിച്ച് നെക്സോൺ, ഹാരിയർ, സഫാരി എന്നിവയിൽ നിന്ന് ഡിസൈൻ ഘടകങ്ങളും കടമെടുക്കും. കണക്റ്റഡ് DRLകളും LED ടെയിൽ ലാമ്പുകളും സ്ലീക്ക് LED ഹെഡ്ലൈറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. EVയെ ICE പതിപ്പിൽ നിന്ന് വേറിട്ട് നിർത്താൻ ക്ലോസ്ഡ് ഗ്രില്ലും ട്വീക്ക് ചെയ്ത ബമ്പറുകളും വ്യത്യസ്ത അലോയ്കളും നൽകിയേക്കും. കർവ് EV എന്നിവയ്ക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെ പിന്തുണയ്ക്കുന്ന 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, 12.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, പനോരമിക് സൺറൂഫ്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, മൾട്ടി കളർ ആംബിയന്റ് ലൈറ്റിംഗ്, വയർലെസ് ഫോൺ ചാർജിംഗ് തുടങ്ങിയ ഫീച്ചറുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6 എയർ ബാഗുകൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സഹിതം 360 ഡിഗ്രി ക്യാമറ, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ലൈൻ കീപ്പ് അസിസ്റ്റ്, ഓട്ടോണമസ് ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നിവയടങ്ങുന്ന ലെവൽ 2 ADAS എന്നിവ കാറിന്റെ സേഫ്റ്റി ഫീച്ചറുകളിൽ ഉൾക്കൊള്ളിച്ചേക്കും. കർവിന്റെ ICE പതിപ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ ടാറ്റ വാഗ്ദാനം ചെയ്തേക്കും. 125 PS പവറും 225 Nm പീക്ക് ടോർക്ക് നൽകുന്ന 1.2 ലിറ്റർ TGDI ടർബോ പെട്രോളും 115 PS പവറും 260 Nm ടോർക്ക് നൽകുന്ന 1.5 ലിറ്റർ ടർബോ ഡീസൽ യൂണിറ്റുമായിരിക്കും ഓഫറിൽ ഉണ്ടാകുക. ഡീസൽ ബിൽ നെക്സോണിൽ നിന്നും കടമെടുക്കും. ഒരു സാധാരണ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ ലഭ്യമാകും. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നോക്കിയാൽ പെട്രോൾ വേരിയന്റിന് ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഡീസൽ എഞ്ചിന്റെ ഓട്ടോമാറ്റിക് ഓപ്ഷന്റെ കാര്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കർവ് EVയും ഒന്നിലധികം ബാറ്ററി പാക്ക് ഓപ്ഷനുകളുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് 500 കിലോമീറ്റർ റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. DC ഫാസ്റ്റ് ചാർജിംഗ്, V2L അഥവാ വെഹിക്കിൾ ടു ലോഡ്, വിവിധ ഡ്രൈവ് മോഡുകൾ, എനർജി റീജനറേഷൻ തുടങ്ങിയ ഫീച്ചറുകളെ ഇത് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ICE പതിപ്പിന് മുമ്പ് കർവിന്റെ ഇലക്ട്രിക് പതിപ്പ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് ടാറ്റ കർവ് EVയുടെ എക്സ്ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് 11,000 രൂപ നൽകി കാർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ തെരഞ്ഞെടുത്ത ഡീലർഷിപ്പുകളിൽ മാത്രമാണ് ഈ അവസരം ഒരുക്കുന്നത് കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.